ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 35-ാം ദിവസം വചനദാനത്തിനായി എനിക്ക് ലഭിച്ച നല്ല സമയത്തിനായി ഞാൻ നന്ദി കരയറ്റുന്നു. ഇന്ന് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ശരീരമാകുന്ന വിത്ത്. ഒരു കർഷകൻ്റെ കയ്യിലുള്ള വിത്ത് കർഷകന് തനിക്കായി ഉപയോഗിക്കുകയോ സൂക്ഷിച്ചു വയ്ക്കുകയോ ചെയ്യാം. എന്നാൽ കർഷകൻ അത് വിതയ്ക്കുകയും അത് അനേകർക്ക് നന്മയായി തീരുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ വിശപ്പ് അല്ല, എന്നാൽ അനേകരുടെ വിശപ്പടക്കുവാൻ അത് കാരണമായി തീരുന്നു. വിത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നതിലല്ല, മറിച്ച് അത് മണ്ണിൽ കുഴിച്ചിടുമ്പോഴാണ് സമൃദ്ധമായ വിളവുണ്ടാകുന്നത്. സമൃദ്ധമായ വിളവെടുപ്പ് ഉണ്ടാകുവാൻ അത് വിത്ത് സ്വയം ഇല്ലാതാകണം. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്ന ചില യവനന്മാരുടെ തൻ്റെ തേജസ് കാരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. ശക്തമായ വാക്കുകളാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല, എങ്കിലത് തനിയെ ഇരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 ഇങ്ങനെ പറയുന്നു: സ്വയം ഇല്ലാതാകുന്നതിലൂടെ മാത്രമേ ഫലദായകമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ക്രൂശീകരണം അവസാനമില്ല, എന്നാൽ ഒരു വലിയ വീണ്ടെടുപ്പിൻ്റെ തുടക്കമാണ്. അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നു. മണ്ണിൽ കുഴിച്ചിടുന്ന വിത്ത് വിളവെടുപ്പിന് കാരണമാകുന്നത് പോലെ യേശുവിൻ്റെ ക്രൂശുമരണത്തിന് പുനരുദ്ധാന ജീവന് കാരണമാകുന്നു. സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും വെടിഞ്ഞ് ശുശ്രൂഷ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്കേവർക്കും സാധ്യമായി തീരട്ടെ.